ദൈവത്തിരുനാമത്തിലെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 10-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വംശാവലിയായിരുന്നു പറഞ്ഞു വന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ വംശാവലി. 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ശൗൽ രാജാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. 1 ശമൂവേൽ 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനു മുൻപ് നമ്മളിത് വായിച്ചതാണ്. എന്തിനാണ് ആ സംഭവം അതുപോലെ വീണ്ടും ദിനവൃത്താന്തക്കാരൻ രേഖപ്പെടുത്തുന്നതെന്ന് ചോദിച്ചേക്കാം. പ്രധാനപ്പെട്ട വ്യക്തികളും പ്രധാനപ്പെട്ട സംഭവങ്ങളും ഇസ്രായേൽ ജനത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവരുടെ ചരിത്രത്തിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, ശൗൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ശമൂവേൽ പുരോഹിതനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളും കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്താൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അവരുടെ പൂർവ്വപിതാവായ ദാവീദിനെ ഏറെ ബുദ്ധിമുട്ടിച്ച, വളരെ വിഷമിപ്പിച്ച ഒരു രാജാവ് കൂടിയായിരുന്നല്ലോ അദ്ദേഹം. അതുകൊണ്ട് അവരുടെ ഒരു ചരിത്രത്തിൻ്റെ വലിയ ഭാഗമായതുകൊണ്ട് അദ്ദേഹം വീണ്ടും അതിവിടെ രേഖപ്പെടുത്തുകയാണ്. 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഫെലിസ്ത്യർ ആ ശൗലിൻ്റെ മരണകാരണത്തെക്കുറിച്ചാണ് പറയുക. ഫെലിസ്ത്യർ ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച് ഇസ്രായേൽ ജനം ഭയപ്പെട്ട് ഓടുകയാണ്. ഈ സമയത്ത് ശൗലിൻ്റെ 3 പുത്രന്മാർ ഉണ്ടായിരുന്നു. ജോനാഥാൻ, അബീനാദാബ്, മെൽക്കീഷേവ്. ഇവർ 3 പേരും വധിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് അമ്പെയ്ത്ത് കൊണ്ട് ശൗൽ രാജാവിന് മുറിവേറ്റിട്ട് അദ്ദേഹത്തിന് ഓടിപ്പോകുവാനോ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാനോ സാധിക്കാത്തൊരു സാഹചര്യം. അപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആയുധവാഹകനോട് പറഞ്ഞു, നിന്റെ വാളുകൊണ്ട് നീ എന്നെ വെട്ടിക്കൊല്ലുക. കാരണം പരിച്ഛേദന ഏൽക്കാത്ത ഈ ഫെലിസ്ത്യരുടെ കൈയാൽ ഞാൻ വധിക്കപ്പെടുന്നതിനേക്കാൾ ഭേദം നിന്റെ വാളാൽ മരിക്കുന്നതാണ്. പക്ഷേ ആയുധവാഹകൻ അത് ചെയ്തില്ല. അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം സ്നേഹിച്ച് തൻ്റെ കൂടെ നടക്കുന്നതായ തൻ്റെ യജമാനനെ വധിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ശൗൽ രാജാവ് തൻ്റെ വാളിന്മേൽ തന്നെത്താൻ വീണ അദ്ദേഹം മരിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുകയാണ്. അത് കണ്ടുകൊണ്ട് ആയുധവാഹകനും അപ്രകാരം തന്നെ അവിടെ ആത്മഹത്യ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൽ ആരംഭിച്ചതായ ഒരു ജീവിതമായിരുന്നു ശൗൽ രാജാവിൻ്റേത്. ശമൂവേൽ പുരോഹിതനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തവനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനം ഇങ്ങനെ ഒരു ദുഃഖകരമായ അവസ്ഥയിലാകാനുള്ള കാരണം ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇസ്രായേൽ ജനത്തെ വീണ്ടും ഈ ദിനവൃത്താന്ത പുസ്തകക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ലക്ഷ്യം ദൈവവിളിക്ക് അനുസരണമായി ഇസ്രായേൽ ജനം ജീവിക്കണം എന്നവരെ ഓർമ്മപ്പെടുത്താൻ കൂടിയായിരിക്കണം ഈ സംഭവം വീണ്ടും ആവർത്തിച്ച് ഇവിടെ എഴുതാൻ കാരണമായിട്ട് തീർന്നത്. അവരുടെ രാജാവായ നിഷ്കളങ്കനായ ദാവീദിനെ യാതൊരു കാരണവും കൂടാതെ എത്ര പ്രാവശ്യം വധിക്കുവാൻ ഈ മനുഷ്യൻ ശ്രമിച്ചതാണ്. അങ്ങനെയുള്ളവന് ദൈവം കൊടുത്ത ശിക്ഷ എന്തെന്ന് ഇസ്രായേൽ ജനത്തെ ബോധ്യപ്പെടുത്താനും ദാവീദിൻ്റെ ആ നല്ല സ്വഭാവത്തെ
ഒരിക്കൽ കൂടി സ്മരിക്കാനും വേണ്ടിയായിരിക്കാം വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ശൗൽ മരിച്ചു. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജനമെല്ലാം തോറ്റോടുകയാണ്. കാരണം അവിടെ രാജാവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ പിന്നെ അവർക്ക് നിൽക്കാൻ സാധ്യത. പിറ്റേ ദിവസം പെരിസ്യർ കൊള്ളയടിക്കാൻ വേണ്ടി പ്രദേശത്ത് വന്നപ്പോൾ ശൗൽ രാജാവ് മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്തു അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൂക്കിയിടുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ ആയുധങ്ങളും വാളുകളും പരിചയങ്ങളെല്ലാം അവരോട് സ്വന്തമാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഇസ്രായേലിലെ ധീരന്മാരായ ചില ആളുകൾ മുന്നോട്ട് കടന്നു വന്ന് അവരുടെ ക്ഷേത്രത്തിൽ കയറി സൗൽ രാജാവിൻ്റെ തലയെടുത്ത് അവർ കൊണ്ട് മാന്യമായ രീതിയിൽ സംസ്കരിച്ചു. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം അവരുടെ രാജാവായിരുന്നു. 2, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാന്യമായ ഒരു ശവസംസ്കാരം കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം അവർ അപ്രകാരം ഒരു കാര്യം അവിടെ ചെയ്തത്. ധൈര്യപൂർവ്വം ഫിലിസ്ത്യരുടെ നടുവിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ശിരസ് കൊണ്ടുവന്ന് അവർ സംസ്കരിക്കുന്നതായി നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇനി ആ ശൗലിൻ്റെ മരണകാരണം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ് അതിന് കാരണമെന്ന്. 9-ാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചു, ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിൽ പോവേണ്ടി വന്നതിൻ്റെ കാരണവും ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ്. നമ്മളിന്നലെ ചിന്തിച്ചല്ലോ, അവിശ്വസ്തത എന്ന് പറയുന്നത് യാദർച്ഛികമായി വന്നു ചേരുന്നതല്ല. വിശ്വസ്തനായ ദൈവം ഒരിക്കലും ക്ഷമിക്കാത്ത ഒരു പാപമാണ് ദൈവത്തെ അവിശ്വസിക്കുക എന്നുള്ളത്. സത്യം അറിഞ്ഞിരിക്കെ, അനുഭവങ്ങൾ ഉണ്ടായിരിക്കെ അതിനെ മറികടന്ന് അവർ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ മറ്റ് ദേവന്മാർക്കൊക്കെ അവർ പോവുകയും ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ്, കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം കേൾക്കുകയും ചെയ്തു. ആഭിചാരകന്മാർ പറഞ്ഞ അനുസരിച്ചാണ് അദ്ദേഹം പിന്നെ നടന്നതും ജീവിച്ചതുമെല്ലാം. ദാവീദിനോടുള്ള വലിയ പകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. കാരണം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആഭിചാരകന്മാരെ അദ്ദേഹം അന്വേഷിച്ചത്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള ഒരു മരണത്തിന് കാരണമായി തീർന്നതെന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ലോകസ്ഥാപനത്തിന് മുൻപുള്ള വിളിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും എല്ലാവരും. ആ വിളിക്ക് വിരുദ്ധമായി നമ്മൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പാടില്ല. അതുകൊണ്ട് ദൈവവിളിക്ക് അനുസൃതമായി ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ നമ്മുടെ വേദവായനകളും പ്രാർത്ഥനകളും ആരാധനകളും നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.